ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് ഒരു എഗ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഒരു 3 മുട്ട എടുത്ത് കുറച്ച് ഉപ്പിട്ട് അത് പുഴുങ്ങാൻ വയ്ക്കുക. ഈ സമയം കൊണ്ട് ഒരു ഉള്ളി എടുത്ത് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്യുക. ഒരു 4 സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ഇത്രയും ഉള്ളിയൊക്കെ മതി. ഇനി കുറച്ച് വെളുത്തുള്ളി എടുത്ത് ഇതുപോലെ കുനുകുനാന്ന് അരിയുക. അതുപോലെ ഒരു മുളക്, എരിവിന് ഒരു മുളകാണ് 2 മുളക് അവരവരുടെ ഇഷ്ടം, അത്രയും എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞു വയ്ക്കുക. എന്നിട്ട് നമ്മൾ പുഴുങ്ങിയ മുട്ട ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് അതിലെ എഗ് യോക്ക് മാത്രമായിട്ട് നമ്മൾ യെല്ലോ മാത്രമായിട്ട് മാറ്റി വയ്ക്കുക. ഈ മാറ്റി വെച്ച ഈ ബൗളിലേക്ക്, അതായത് ഈ യെല്ലോ മാറ്റി വെച്ച ഈ ബൗളിലേക്ക് കുറച്ച് സുർക്ക, അതുപോലെ ഒരു 2 ടീസ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഒരു പാൻ എടുക്കുക, അതിലേക്ക് നെയ്യ്, പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മൾ വെളുത്തുള്ളി, പിന്നെ കുറച്ച് പച്ചമുളക്, കുറച്ച് ഉപ്പ്, ഇത്ര ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ആഡ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ചധികം, ഇതിൽ നിന്ന് അപേക്ഷിച്ച് കുറച്ചധികം കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് അതിൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിൽ ഈ വീഡിയോയിൽ കാണുന്ന കുരുവൊക്കെ എടുത്ത് ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ആദ്യം പിഴിഞ്ഞ് വെച്ചിട്ട് അതിലൊഴിച്ചാൽ മതി. പിന്നെ കുറച്ച് സോസും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ മെയിൻ പരിപാടികളൊക്കെ, മസാല പൊടി കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ കഴിയും. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈ നമ്മളെ എഗ് വൈറ്റും കൂടി അരിഞ്ഞ് മിക്സ് ചെയ്തിട്ട് ഈ മസാലയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ബ്രെഡ് എടുക്കുക, അതിൽ വെച്ച് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചൂടാക്കി ഒന്ന് ടോസ്റ്റ് ചെയ്യുന്ന പോലെ ചെയ്തിട്ട് കഴിക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ നേരെ ബ്രെഡിൽ ആ ഫില്ലിങ് വെച്ചിട്ട് ഒരു സോസൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്, സോസിൽ മുക്കി കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഇന്ന് മുതൽ ഞാനൊരു എഗ് റെസിപ്പി സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത് ഈ ഒരു എഗ് സാൻഡ്വിച്ചാണ്. ഇനി ഓരോ ദിവസവും ഓരോ എഗ്ഗ് വെച്ചിട്ട് തന്നെ ഓരോ റെസിപ്പികളായിട്ട് ഞാൻ വരും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഓൾറെഡി കാണുന്നവരാണെന്നുണ്ടെങ്കിലും ലൈക്ക് ചെയ്ത്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.